ഹായ്, ജയദേവൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി തേനീച്ച കോളനി എങ്ങനെ ഡിവിഷൻ എടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സാധാരണയായി തേനീച്ച കർഷകർ ആഗസ്റ്റ് മുതൽ നവംബർ അവസാനം വരെയാണ് ഡിവിഷൻ എടുക്കാറ് പതിവ്. എന്ന് വെച്ചാൽ നമ്മുടെ പക്കലുള്ള തേനീച്ച പെട്ടികൾ ഇരട്ടിയാക്കുക. സാധാരണ 6 അടകളാണ് ഒരു തേനീച്ച പെട്ടിയിൽ ഉണ്ടാവാറ്. അതിൽ നിന്ന് 3 എണ്ണം പകുത്ത് പുതിയ ഒരു പെട്ടിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഒരു പെട്ടിയിൽ മാത്രമേ റാണി ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു പെട്ടി നമ്മൾ 100 മീറ്ററെങ്കിലും അകലത്തിൽ കൊണ്ടുപോയി വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈച്ചകൾ റാണി ഇല്ലാത്ത പെട്ടി ഉപേക്ഷിച്ച് റാണിയുള്ള പെട്ടിയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. നമ്മൾ ഒരു പെട്ടി കുറച്ച് അകലത്തിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ റാണി ഇല്ലാത്ത പെട്ടിയിൽ റാണി താനെ ഉണ്ടായിക്കോളും. ഇപ്പോൾ ഒരു പെട്ടിയിൽ 3 അട മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കി 6 പട്ടീസിൽ അട ഉണ്ടാവുകയില്ല. അത് തേനീച്ചകൾ താനെ കെട്ടിക്കോളും. 6 അടകളും പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡിവിഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെ തേനീച്ച കോളനികൾ വിറ്റ് തേനീച്ച കർഷകർ പണം സമ്പാദിക്കാറുണ്ട്. ഈ തേനീച്ച പെട്ടിയിൽ ഈ സെറ്റിനെ ബ്രൂഡ് ചേംബർ എന്നാണ് പറയാറുള്ളത്. സാധാരണ നമുക്കിവിടെ ജനുവരി അവസാനത്തോടു കൂടിയാണ് തേൻ പെട്ടിയിൽ ഉണ്ടാകാറ് പതിവ്. എന്നുവെച്ചാൽ മാവുകളും കശുമാവും റബ്ബറും പൂക്കാൻ പോകുന്ന സമയത്ത് ജനുവരി മാസത്തോടുകൂടി ഇതിനു മുകളിൽ ഹണി ചേംബർ വച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിൽ അടയുടെ ഓരോ കഷണം ഇതിനുമേൽ വെച്ച് കെട്ടിക്കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് ഈച്ചകൾ എല്ലാ പട്ടീസിലും അടകൾ ക്രമീകരിക്കും. ജനുവരി മാസത്തോടുകൂടി 6 അടകളും കെട്ടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനു മുകളിൽ ഹണി ചേംബർ